നമ്മൾ പുതിയതായിട്ടൊരു ഫോൺ വാങ്ങുന്ന സമയത്ത് ആ ഫോണിൽ നമ്മൾ നിർബന്ധമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇത് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യാനോ നമ്മുടെ ഡേറ്റാസ് ലീക്ക് ചെയ്യാനോ അതേപോലെ നമ്മുടെ കോൾ ഡൈവേർട്ട് ചെയ്ത് കോളുകൾ ഹാക്ക് ചെയ്യാനോ ഒന്നും ആർക്കും പറ്റില്ല. നമ്മുടെ ഫോൺ പൂർണ്ണ സുരക്ഷിതമായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ബാക്കപ്പും പെർഫോമൻസും ഒക്കെ ഒരുപാട് കൂടുന്നതായിരിക്കും. ഇനി നിങ്ങൾ പുതിയതായിട്ട് ഫോൺ വാങ്ങുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് നിർബന്ധമായിട്ടും നിങ്ങളുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോണിൽ ചെയ്തു വയ്ക്കുക. അതിനായിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴേക്ക് വരുന്ന സമയത്ത് മിക്ക ഫോണുകളിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് കാണാൻ കഴിയും. കണ്ടോ, ഇതേപോലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണും. എന്നാൽ ചില ഫോണുകളിൽ അതിൻ്റെ തൊട്ട് താഴെ എബോട്ട് ഫോൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ എബോട്ട് ഫോണിൻ്റെ ഉള്ളിലായിരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാണുന്നത്. എന്നാൽ ചുരുക്കം ചില ഫോണുകളിൽ, സാംസങ് ഫോണുകളിലൊക്കെ അങ്ങനെ ആയിരിക്കില്ല. അത്തരം ഫോണുകൾ നമ്മൾ സെറ്റിങ്സിൻ്റെ ഏറ്റവും മേലെ ഇവിടെ ഒരു സെർച്ച് കാണാം. അവിടെ അപ്ഡേറ്റ് എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ട്, ഇതേപോലെ അപ്ഡേറ്റ് എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നതായിരിക്കും. അത് കറക്റ്റ് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുക. ഒരു കമ്പനി സോഫ്റ്റ്വെയർ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് ബഗ്ഗുകളും എററുകളും ഉണ്ടാവും. അതൊക്കെ ഫിക്സ് ചെയ്യാനും അത് ഒഴിവാക്കാനും കൂടുതൽ പ്രൊട്ടക്ഷൻ ആകാനും വേണ്ടിയാണ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അയക്കുന്നത്. അത് കറക്റ്റ് സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. വളരെയേറെ പ്രയോജനമുള്ള ഒരു കാര്യമാണ്. ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് സെർച്ചിൽ എടുക്കാത്ത ആൾക്കാർക്ക് സെറ്റിങ്സ് എന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ എങ്ങനെയാണെന്ന് നോക്കുക. ഇനി കിട്ടിയില്ലെങ്കിൽ സെറ്റിങ്സിലെ സെർച്ചിൽ അപ്ഡേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. എപ്പോഴും നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആക്കി വയ്ക്കുക. ഇനി രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഇതേപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. അതിൽ നമ്മൾ ഏറ്റവും മേലായിട്ട് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഇവിടെ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്ന കാണാം. അതിൻ്റെ ഏറ്റവും മേലായിട്ട് മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ഇതാണത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷന് ഏതെല്ലാം ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ഉണ്ട് അതിവിടെ കാണാൻ കഴിയും. ഇവിടെ 8 ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് ഉണ്ട്. താഴെ അപ്ഡേറ്റ് ആളെന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. നിങ്ങളുടെ ഫോൺ ഇതേപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ഉണ്ട് അതെല്ലാം ഇത് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നുള്ള പ്രയോജനം നമ്മുടെ ഫോണിൽ എന്തെങ്കിലും മാൽവെയറോ വൈറസോ ഉണ്ടെങ്കിൽ, അത് ഏതെങ്കിലും ആപ്ലിക്കേഷനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ഫിക്സ് ചെയ്ത് ആപ്ലിക്കേഷൻ ക്ലിയർ ആകുന്നതായിരിക്കും. സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നങ്ങളും ആപ്ലിക്കേഷൻ അപ്ഡേറ്റിലൂടെ ആപ്ലിക്കേഷൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ക്ലിയർ ആക്കാൻ കഴിയുന്നതായിരിക്കും. അതുകൊണ്ട് ഫോണിലെ ഏതെങ്കിലും രീതിയിലുള്ള അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും അനാവശ്യമായിട്ടുള്ള സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണം. അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ താഴേക്ക് വരുമ്പോൾ അഡീഷണൽ സെറ്റിങ്സ് കാണാൻ കഴിയും. ആ അഡീഷണൽ സെറ്റിങ്സ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ കഴിയും. അവിടെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഡേറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. കണ്ടോ, ഡേറ്റ ആൻഡ് പ്രൈവസി. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് അൺനോൺ സോഴ്സ് ഇൻസ്റ്റാളേഷൻ ഇവിടെ കാണാൻ കഴിയും. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അൺനോൺ ഇവിടെയാണ്. ഉണ്ടോ, അൺനോൺ സോഴ്സ് ഇൻസ്റ്റാളേഷൻ, ഇതാണ് അത് സെറ്റിങ്സ്. ഉണ്ടോ, അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അൺനോൺ സോഴ്സ് വരും. എന്ന് വെച്ചാൽ ഗൂഗിളിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു പെർമിഷനാണ് ഇത്. കണ്ടോ, ഗൂഗിൾ ക്രോമിലുണ്ട്, അത് ജിമെയിലുണ്ട്. ഇങ്ങനെ നമ്മൾ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ ക്രോം വഴിയും ജിമെയിൽ വഴിയും വാട്സപ്പ് വഴിയൊക്കെ ഏതെങ്കിലും ലിങ്ക് അയച്ചിട്ട് സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു ഹാക്കറിന് കഴിയും. പക്ഷേ നമ്മൾ ഈ ഓപ്ഷൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഗൂഗിളിൻ്റെ പെർമിഷൻ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകില്ല. അതുകൊണ്ട് നമ്മുടെ ഫോൺ ഫുള്ള് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇനി അടുത്തത് ബാറ്ററി സേവിങ്സിനെ സംബന്ധിക്കുന്നൊരു സെറ്റിങ്സാണ്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. നമ്മളൊന്ന് ബാക്ക് സ്പേസ് അടിച്ചിട്ട് വീണ്ടും നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ബാറ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ശ്രദ്ധിക്കുക, ബാറ്ററി അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലായിട്ട് ബാറ്ററി സേവർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കും. നമ്മൾ അതൊന്ന് എനേബിൾ ആക്കി കൊടുക്കുക. അതൊന്ന് എനേബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ബാറ്ററി തീരുന്നത് കൺട്രോൾ ആകുന്നതായിരിക്കും. കാരണം ഒരുപാട് ബ്രൈറ്റ്നെസ് നമ്മുടെ സ്ക്രീനിൽ ഉണ്ടാകാതെ അത് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്ത് ബാറ്ററി ബാക്കപ്പ് കൂട്ടും. അതേപോലെ തന്നെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻ റൺ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീനാക്കി അത്യാവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രമേ വർക്കാവുള്ളൂ.
അതേപോലെ തന്നെ സ്ക്രീൻ ഓൺ ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോയി കഴിഞ്ഞാൽ സ്ക്രീൻ ഓണായി തന്നെ ഇരിക്കുകയാണെങ്കിൽ ബാറ്ററി പെട്ടെന്ന് തീരും. ഈ ഒരു ഓപ്ഷൻ ഓൺ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രീൻ ലോക്ക് ആകുന്നതായിരിക്കും. പുതിയതായിട്ട് നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന ഫോണിൽ ഈ സെറ്റിങ്സുകൾ കറക്റ്റായിട്ട് ചെയ്ത് വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിങ്സുകളാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റുകളുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.